ക്ലീവേജ് മാനേജ്മെന്റ് ഫോർ എവറി ഔട്ട്ഫിറ്റ്. അപ്പൊ എടുത്ത വായന ഹി സെഡ് ലൈക്ക് മേ ബി ഞാൻ മുഖത്തേക്ക് നോക്കാത്തത് കൊണ്ടായിരിക്കും അധികം എന്ന് പറഞ്ഞിട്ട് ഹി ലുക്ക്ഡ് അറ്റ് മൈ ചെസ്റ്റ്. സി ടു ബി ഓണസ്റ്റ്, ഞാൻ സത്യം പറഞ്ഞ ബൂബ് റിഡക്ഷൻ സർജറിനെ പറ്റി വരെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. സത്യമായിട്ടത് എപ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഞാൻ എപ്പോഴും നമുക്ക് ആഡ്സ് ഒക്കെ കാണത്തില്ലേ, അപ്പൊ ആഡ് കാണുമ്പോഴത്തേക്കും ഓ മൈ ഗോഡ് ലോഞ്ചറെ കാണുമ്പോഴത്തേക്കും എനിക്ക് കൊതിയാവും കേട്ടോ. ഇങ്ങനെ സപ്പോർട്ട് കിട്ടാത്ത അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഫിറ്റിംഗ് ഇല്ലാത്ത സ്പോർട്സ് ബായിട്ട് ഒരിക്കലും വർക്ക്ഔട്ട് ചെയ്യരുത്. ഏയ് മൈ ഏഞ്ചൽസ്, എന്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മളുടെ ഗേർലി ടോക്ക് സീരീസിലെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ബിഗ് ചെസ്റ്റഡ് ഗേൾസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരു അന്താരാഷ്ട്ര പ്രശ്നമാണോ എന്നിങ്ങനെ കാണുന്ന ചേട്ടന്മാരും അങ്കിൾമാരും ഒക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു വലിയ അന്താരാഷ്ട്ര പ്രശ്നമല്ലെങ്കിലും അത് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ്. ഇല്ലെന്ന് ഇവിടുത്തെ ആൾക്കാരൊന്ന് പറയട്ടെ അല്ലെ? ജസ്റ്റ് കിഡിങ്. അപ്പൊ ഞാനിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ള ടോക്കാണ് കേട്ടോ. ഇങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അങ്ങനെ ഇങ്ങനെ റിയൽ ടോക്ക് മാതിരി ഒന്നുമല്ല സംസാരിക്കുന്നത്. ജസ്റ്റ് ബിഗ് ചെസ്റ്റഡ് ലേഡി ഷെയറിങ്, ഞാൻ എന്തൊക്കെ ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കോമന്റ്സ് ഞാൻ ഇത് കാരണം ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എന്തൊക്കെ സ്ട്രഗിൾസ് ആണ് ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തിട്ടുള്ളതും. ഹാവിങ് എ ബിഗ് ചെസ്റ്റ്. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഐ എം ഗോയിങ് ടു ഡിസ്കസ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വന്നിട്ട് ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യാം, ചേച്ചി ഐ ഓൾസോ ഹാവ് ദ സെയിം പ്രോബ്ലം, അല്ലെങ്കിൽ ഹൗ ടു ഓവർകം ദിസ്. ഹൗ ടു ഓവർകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്തായി ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോ I get so much confused because ഇതിപ്പോ ഞാൻ എവിടെയാണ് സംസാരിക്കുന്നത്, ബിക്കോസ് എന്റെ മനസ്സ് തന്നെ ഡബിൾ മൈൻഡഡ് ആണ്. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ലവ് മൈ ബോഡി. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ബോഡീനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. വർക്ക്ഔട്ട് ചെയ്യുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക, ഉറങ്ങുക. ആൻഡ് ബോഡി ആസ് സച്ചിനെക്കാളും ഐ ജസ്റ്റ് ലവ് മൈ ദിസ് ഏരിയ. ഓക്കെ, ഐ ജസ്റ്റ് ലവ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്വീറ്റ് ഹാർട്ട് നെക്ക്, ഡീപ് വി ഒക്കെ ഇടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്, ബിക്കോസ് ഐ ലവ് ദറ്റ് ഏരിയ. ബട്ട് ഓൺ ദി അതർ സൈഡ് അതിനെ കൊണ്ടുള്ള സ്ട്രഗിൾ ഉണ്ട്, അതിനെ കൊണ്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ആണ് എനിക്ക് കൂടുതലുള്ളത്. ഓ മൈ ഗോഡ്, പീപ്പിൾ വിൽ ലുക്ക് അറ്റ് മീ like I have got comments, okay, very nasty comments because of having big chest. Okay, നമുക്ക് ചില സമയത്ത് ചില കോമന്റ്സ് വിൽ ലിഫ്റ്റ് അവർ കോൺഫിഡൻസ്, ബട്ട് ചില സമയത്ത് അത് നമ്മളുടെ കോൺഫിഡൻസിനെ തകർത്ത് കളയണ പോലത്തെ കോമന്റ്സ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഐ തോട്ട് ലൈക്ക് നമ്മള് ഹാക്സ് ഷെയർ ചെയ്തിട്ടുണ്ട്, ഹൗ ടു എന്താ പറയാ, ഹൗ ടു മെഷർ ടു ഗെറ്റ് എ പ്രോപ്പർ ബ്രാ, അങ്ങനെ കുറെ ടിപ്സ്, ബ്രാ റെക്കമെൻഡേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് നമ്മൾ ചെയ്യാത്തൊരു ടോപ്പിക്കാണ് ദ റിയൽ സ്ട്രഗിൾ ഓഫ് ഹാവിങ് എ ബിഗ് ചെസ്റ്റ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർത്ത് നമുക്ക് എന്തായാലും ഈ ഒരു ടോപ്പിക്കിൽ ജസ്റ്റ് കൺസിഡർ, ഇതൊരു ഭയങ്കര സീരിയസ് ടോപ്പിക്കാണെന്ന് കാണണ്ട. ജസ്റ്റ് മീ, നിങ്ങളുടെ ചേച്ചി, ഇസ് ഗിവിംഗ് സം ഇൻസൈറ്റ്സ് ആൻഡ് ഷെയറിംഗ് മൈ എക്സ്പീരിയൻസ് ആൻഡ് ഞാൻ എന്തൊക്കെ ഗോ ത്രൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൂടി ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ചില്ലായിട്ടിരുന്ന് കേട്ടാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒത്തിരി സംസാരിച്ച സമയം കണ്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഓക്കെ, അപ്പോ ഞാൻ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ വേണ്ടി എത്രത്തോളം യോഗ്യതയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എന്റെ മുതലേ ഉള്ള ബ്രാ റെക്കമെൻഡേഷൻസ് ഫോർ ഹെവി ബെസ്റ്റ് അങ്ങനെ പല വീഡിയോസും കണ്ട ആൾക്കാർക്ക് ആ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. പുതിയ ആൾക്കാരായിരിക്കും ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ബിക്കോസ് ഇപ്പൊ ഞാൻ കുറച്ച് ഒരു ഇച്ചിരി വെയിറ്റ് കൂടിയിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ ഞാൻ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കുറയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ ചെസ്റ്റില് സൈസിൽ കുറച്ച് ഡിഫറൻസ് വരുമല്ലോ. അപ്പൊ ചിലപ്പോ കാണുമ്പോ ഇപ്പൊ ഞാൻ എന്റെ ബിഗ് ചെസ്റ്റിന്റെ ഇഷ്യൂസ് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുമ്പോ അവർ പറയും, എന്താ പ്രശ്നം, നിനക്ക് ഒരു കുഴപ്പമില്ല, ആവശ്യത്തിനാണുള്ളത്, അഹങ്കാരമാണെന്നാണ് എപ്പോഴും എന്റെ അടുത്ത് പറഞ്ഞത്. ബട്ട് നോ, എന്റെ ബാൻഡ് സൈസ് ഇസ് ചെറുത്, ബട്ട് മൈ കപ്പ് സൈസ് ഇസ് ആക്ച്വലി ഇച്ചിരി വലുതാ. അപ്പോ ദ ഫസ്റ്റ് സ്ട്രഗിൾ എപ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഞാൻ എപ്പോഴും നമുക്ക് ആഡ്സ് ഒക്കെ കാണത്തില്ലേ, അപ്പൊ ആഡ് കാണുമ്പോഴത്തേക്കും ഓ മൈ ഗോഡ് ലോഞ്ചറെ കാണുമ്പോഴത്തേക്കും എനിക്ക് കൊതിയാവും കേട്ടോ. ഇങ്ങനെ നല്ല ലേസി, നല്ല ഭംഗിയുള്ള ലോഞ്ചറീസ് കാണുമ്പോൾ ഞാൻ എന്തായാലും മിന്നിക്ക് മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യും. പക്ഷെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒട്ടും ഫിറ്റ് ചെയ്യില്ല, കവറേജ് ഇല്ല, സൈഡ് സ്പില്ലേജ്, ഫ്രണ്ട് സ്പില്ലേജ്, വാട്ട് നോട്ട്, എന്തൊക്കെ പ്രശ്നം ആ ഒരു ബ്രാ കാരണം എനിക്ക് ഉണ്ടാകാമോ അതെല്ലാം എനിക്ക് വരും. അവസാനം സൈസും എല്ലാം ശരിയാകുമ്പോഴത്തേക്കും പ്രോപ്പർ സപ്പോർട്ട് ഉണ്ടാവില്ല. സോ ഇറ്റ് ലുക്സ് സോ മച്ച് സാഗി. അപ്പൊ ഇതാണ് ഞാൻ ആക്ച്വലി ഫേസ് ചെയ്ത ഫസ്റ്റ് പ്രോബ്ലം. നമുക്ക് ബിഗ് ചെസ്റ്റഡ് ആയിട്ടുള്ള ഗേൾസിന് ഇത് പറയുമ്പോൾ കുറെ റിലേറ്റഡ് ആവും, ബിക്കോസ് നമുക്ക് നല്ല ഫാൻസി ആയിട്ടുള്ള ലോഞ്ചറീസ് ഇടാൻ വേണ്ടി കൊതിയാകും, പക്ഷെ നമ്മുടെ സൈസിന് അത് കിട്ടത്തില്ല. ബാൻഡ് സൈസിന് കിട്ടിയാലും കപ്പ് സൈസിന് കിട്ടത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ സത്യം. ഇല്ലേ, ഉണ്ടോ ഇല്ലെന്നുള്ളത് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ഇഷ്യൂ ഞാൻ പലപ്പോഴും ഫേസ് ചെയ്യാറുള്ളത്, നമ്മൾ ബട്ടൺ ഡൗൺ ഷർട്ടുകൾ അല്ലെങ്കിൽ ഷർട്ട്സ് ഇടുമ്പോഴത്തേക്കും വരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ആണ് 1, 2, 3, 4 അങ്ങനെ ബട്ടൺ നമ്മൾ പോകൂലോ. ഒന്നിട്ടാൽ നമ്മൾ കുട്ടുർമീസ് ആകും,
രണ്ടിട്ട ഭയങ്കര ഒരുമാതിരി കേറിയിരിക്കണ മാതിരി തോന്നും, മൂന്നിട്ട ക്ലീവേജ് കാണും. സി സാധാരണ കുട്ടികൾ നോർമൽ ചെസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് ചെസ്റ്റ് ഉള്ള ആൾക്കാർ ഈ മൂന്നാമത്തെ ബട്ടൺ വരെ ഇട്ട് കഴിഞ്ഞാൽ, അതായത് രണ്ടെണ്ണം ഓപ്പൺ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ദി ആർ ലൈക്ക് പെർഫെക്റ്റ്ലി ഫൈൻ. എന്നാൽ അതൊരു കറക്റ്റ് സെറ്റ്, നല്ല സെറ്റ് ആയിട്ട് ഷർട്ട് ഇടുന്ന മാതിരി തോന്നും. ബട്ട് നമുക്ക് ആൾക്കാർക്ക് വേണമെങ്കിൽ പറയുമായിരിക്കും നമ്മൾ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന്. ബട്ട് സീരിയസ്ലി നമ്മൾ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്. നമ്മളുടെ ചെസ്റ്റിന്റെ പ്രോബ്ലം ആണ്. ബിക്കോസ് മൈ ക്ലീവേജ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഇതാണ് പ്രശ്നം. എന്റെ ക്ലീവേജ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടുത്തെ ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടറെ പൊലിക്കും, മുകളത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പുട്ടുറുമീസിനെ പൊലിക്കും, താഴത്തെ ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ അറ്റൻഷൻ സീക്കർ ആവും. ആകെ എനിക്ക് എന്തോ മൊത്തത്തിൽ ഈ സ്ലിപ്പ് ഇടാണ്ട് നമുക്ക് ഇടാൻ പറ്റില്ല. അതൊരു ഭയങ്കര സ്ട്രഗിൾ ആണ്. നെക്സ്റ്റ് ഈ ഡ്രസ്സിങ്ങിന്റെ സെൻസിൽ വരുമ്പോഴത്തേക്കും വേറൊരു സ്ട്രഗിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പത്തെ ജെൻസിന്റെ ഫാഷൻ ഉണ്ടല്ലോ, അതായത് ലൂസ് ഡെനിംസ് ആൻഡ് ലൂസ് ഓവർ സൈസ്ഡ് ടീഷർട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിള്ളേർ ഇതിട്ടിട്ട് നടക്കണ കാണുമ്പോൾ കൊതിയാവട്ടോ. ആൻഡ് ജെൻസി മാത്രമല്ല, അല്ലാത്ത ആൾക്കാരും ഞാൻ ഇതിട്ടിട്ട് കണ്ടിട്ടുണ്ട്. നല്ല രസമുള്ള ഫ്ലൈവേർഡ് ആയിട്ടുള്ള ഡെനിമിന്റെ കൂടെ ലൂസ് ടീഷർട്സ് അല്ലെങ്കിൽ ഓവർ സൈസ് ടീഷർട്സ്. ഓ മൈ ഗോഡ്, ഐ ജസ്റ്റ് ലവ് ദ സ്റ്റൈൽ. പക്ഷേ എത്രയൊക്കെ ഞാൻ ഇടാൻ വേണ്ടി നോക്കിയാലും, എത്രയൊക്കെ ഞാൻ ഈ ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ട് ഇട്ട് സ്റ്റൈൽ ചെയ്ത് നോക്കിയാലും എനിക്കത് ഭംഗി ഉണ്ടാവില്ല. ബിക്കോസ് ഓഫ് മൈ ചെസ്റ്റ്. ബിക്കോസ് നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഒരിക്കലും ഇപ്പൊ ഞാൻ റീൽസ് വരെ കണ്ടിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് മറ്റുള്ള ആൾക്കാർ ഓവർ സൈസ്ഡ് ടീഷർട്സ് ഇടുമ്പോഴത്തേക്കും ഉണ്ടാവുക. ബട്ട് ഞാൻ എന്റെ മേത്ത് ട്രൈ ചെയ്യുമ്പോൾ ലുക്സ് ലൈക്ക് എ ബ്ലൗസ് ആൻഡ് നോർമൽ ടീഷർട്ട്. ബിക്കോസ് ഓഫ് ദ ചെസ്റ്റ്. നോ, നമ്മൾ എത്ര ഓവർ സൈസ്ഡ് ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു സാഗി അല്ല, എന്താ പറയാ, ഒരു ബാഗി കെയർ ഫ്രീ ലുക്ക് വരത്തില്ല. എനിക്ക് എന്തൊരു വിഷമം അറിയാം. പ്രോപ്പർ ഞാൻ എത്ര പ്രാവശ്യം സ്റ്റുഡിയോന്നൊക്കെ ഓവർ സൈസ്ഡ് ടീഷർട്ട് വാങ്ങി ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ. നെവർ സൂട്ട് മീ. ആൻഡ് ഓൾസോ കിരണിന്റെ ഓവർ സൈസ്ഡ് ടീഷർട്ട് വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. കിരണ് തന്നെ ഒരു വലിയൊരു മനുഷ്യനാണ്. 6 അടിയോളം വരുന്നൊരു വലിയൊരു ആളാണ്. ഞാൻ ചെറുതാണെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയൊരു മനുഷ്യനാണല്ലോ. അപ്പൊ കിരണിന്റെ ടീഷർട്ട് വരെ ഇട്ട് നോക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് പ്രോപ്പർ ഫിറ്റിംഗ് ആണ് എനിക്ക്. പ്രത്യേകിച്ച് ഓവർ സൈസ് ടീഷർട്ട് എനിക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും വരില്ല. എനിക്ക് ഒരു ഇച്ചിരി ലൂസ് ഫീലിംഗ് പോലെ തോന്നും. അല്ലാണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ആ സ്റ്റൈൽ എങ്ങനെയൊക്കെ ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും കൊണ്ടുവരാൻ പറ്റാത്തൊരു സ്റ്റൈലാണ്. പ്ലസ് അതിന്റെ കൂടെ എക്സാക്ട് ഓപ്പോസിറ്റ് സ്റ്റൈൽ, ദാറ്റ് ഇസ് ക്രോപ്പ് ടോപ്പ്. ഐ ലവ് ക്രോപ്പ് ടോപ്പ്. ക്രോപ്പ് ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മാക്സിമം ക്രോപ്പ് ടോപ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കുറെ ഇട്ടിട്ടില്ലെങ്കിലും ഇട്ടിട്ടുണ്ട് ഞാൻ ക്രോപ്പ് ടോപ്സ്. എനിക്കുണ്ട് ക്രോപ്പ് ടോപ്സ്. ശരിക്കും മനസ്സിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോപ്പ് ടോപ്സ് ഞാൻ ജിമ്മിലേക്ക് ഇടുമ്പോഴത്തേക്കും ഐ ലുക്ക് ഗുഡ്. ബിക്കോസ് നമ്മൾ എപ്പോഴും നോർമൽ ബ്രാ അല്ല അതിന് കൂടെ ഇടുന്നത്, മറ്റേ നമ്മുടെ സ്പോർട്സ് ബ്രാ ആണ്. സ്പോർട്സ് ബ്രാന് നല്ല ലിഫ്റ്റും നല്ല കംപ്രസും ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ നല്ല സെറ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. ഇത് കണ്ടിട്ട് ഭംഗിയായിട്ടായിരിക്കും ഞാൻ ഈ ക്രോപ്പ് ടോപ്സ് പുറത്തിടാൻ വേണ്ടി വാങ്ങുന്നത്. ബ്ലൗസ് എക്സാക്ട് സാധനം ബ്ലൗസ് ആണ്. അത് നമ്മളുടെ ഹെവി ചെസ്റ്റ് ആൾക്കാരുടെ ഏറ്റവും വലിയ വേദനയാണ്. ബിക്കോസ് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓവർ സൈസ് ടീഷർട്ട് ഇടാൻ പറ്റുന്നില്ല ആൻഡ് എന്താ പറയാ ക്രോപ്പ് ടോപ്സ് ഇടുന്നില്ല. പിന്നെ ഞാൻ എന്ത് ഡ്രസ്സാണ് ഇടുന്നത്, ഷർട്ട് ഇടാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് നമ്മള് പൊതുവെ എന്താ പറയാ ഹെവി ചെസ്റ്റഡ് ആയിട്ടുള്ള ഗേൾസ് ഫേസ് ചെയ്യുന്ന പ്രശ്നം. നിങ്ങൾ ഇതൊക്കെ തോന്നുന്നില്ലേ? എനിക്ക് മാത്രം തോന്നുന്ന പ്രശ്നമാണോ? ബിക്കോസ് ഈ ഒരു ടോപ്പിക് കൊണ്ടുവന്നിട്ട് ചേച്ചി എനിക്കൊന്നും തോന്നുന്നില്ലെന്ന് പറയരുത്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ, എന്തുകൊണ്ട് ക്രോപ്പ് ടോപ്സ് നല്ല രസമുള്ള ട്രാക്ക് പാൻസോ അല്ലെങ്കിൽ ബാഗി ജീൻസോ അല്ലെങ്കിൽ ഹൈവേസ് ഡെനിംസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും എന്റെ സ്വപ്നം, എന്റെ പ്രതീക്ഷ ഇതാണ്. പക്ഷെ എനിക്ക് റിയാലിറ്റി ഇതാണെന്ന് പറയൂലേ. സത്യം പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ ആണ് എന്റെ അവസ്ഥ. ഡ്രസ്സിംഗ് ഈസ് ആക്ച്വലി എ വെരി ബിഗ് പ്രോബ്ലം ഇഫ് യു ഹാവ് ഹെവി ചെസ്റ്റ്. ബട്ട് വി ഷുഡ് സ്റ്റാർട്ട് ലവിങ് അവർ ബോഡി അല്ലെ. I do love my body, I do love my big bust, but still ഫാഷന്റെ കാര്യം വരുമ്പോഴത്തേക്കും വി ആർ ഹെൽപ്ലെസ്. എനിക്ക് നെക്സ്റ്റ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു കണക്കിന് ടാക്കിൾ ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. നമ്മൾ ജിമ്മിൽ പോകുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാം, യു ഹാവ് ടു പുട്ട് എ പ്രോപ്പർ സപ്പോർട്ട് ബ്രാ അല്ലെ. നല്ലൊരു പ്രോപ്പർ സപ്പോർട്ട് ഉള്ള സ്പോർട്സ് ബ്രാ. എന്റെ മെയിൻ സ്പോർട്സ് ബ്രാസ് ആ ഫ്രം ഇത് നമ്മുടെ എന്റെ പേര് ഡിക്കാത്തലണിന്റെ സ്പോർട്സ് ബ്രാ ആണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ടും നല്ല ലോഞ്ചിവിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ആയിട്ട് വാങ്ങിച്ച സ്പോർട്സ് ബ്രാ സ്റ്റിൽ ഇൻ എ വെരി ഗുഡ് കണ്ടീഷൻ. ഓക്കെ, അപ്പൊ എനിക്ക് എന്താ ഫീൽ ചെയ്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് ബ്രാ നമ്മളെ ഹെവി ചെസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈതർ ഇറ്റ് ഈസ് വെരി ടൈറ്റ് അല്ലെങ്കിൽ നോട്ട് ഗിവിംഗ് എ പ്രോപ്പർ സപ്പോർട്ട്. ഇതാണ് എനിക്ക് എപ്പോഴും ഇഷ്യൂ ഉള്ളത്. അപ്പൊ ഞാനിങ്ങനെ പല നല്ല എനിക്കിപ്പോ സവാന ഭയങ്കര ഇഷ്ടം. സവാനന്ന് ഞാൻ സ്പോർട്സ് വെയർ വാങ്ങിക്കാറുണ്ട്, ജിം വെയർസ്. സവാനയുടെ ജിം സ്പോർട്സ് ബ്രാ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കൊതിയാവൂട്ടോ. പക്ഷെ ഞാൻ വാങ്ങിയിട്ട് ഒട്ടും സപ്പോർട്ട് ഇല്ലാത്ത സാധനമാണ്. ദെൻ നമ്മൾ ഡിക്കാത്തലണ്ട് തന്നെയാണ് സ്ഥിരം യൂസ് ചെയ്യുന്നത്. ഡിക്കാത്തലണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് സപ്പോർട്ടാണ്, നോ സ്പില്ലേജ്, വെരി ഗുഡ് സപ്പോർട്ട്. ബട്ട്
ഇങ്ങനെയാണല്ലോ ഇതിന്റെ ബാൻഡ് പോകുന്നത്, ബിക്കോസ് ഓഫ് ദി ഹെവി ചെസ്റ്റ് എനിക്ക് കഴുത്ത് വരെ എടുക്കാൻ തുടങ്ങും. അപ്പൊ ഞാൻ ഇതോർത്ത് ഇത് എന്താ ചെയ്യുന്നത്, ഭയങ്കര പാടാണ്. ആൻഡ് ചിലപ്പോൾ നമ്മള് ഫങ്ഷണൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ എന്താ പറയാ ഫുൾ ബോഡി വർക്കൗട്ട് അല്ലെങ്കിൽ ഫുൾ ജമ്പിങ് ജാക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഹോൾഡ് കിട്ടാത്ത പോലെ തോന്നും. ഓക്കെ, ഈവൻ ദോ ഡിക്കാത്തലന്റെ സ്പോർട്സ് ബ്രാസ് ആർ സോ ഗുഡ്, ബട്ട് സ്റ്റിൽ അതിനൊരു ഹോൾഡ് കിട്ടാത്ത മാതിരി എനിക്ക് തോന്നുന്നത്. നല്ല സപ്പോർട്ട് ഉണ്ട്, ഈ കഴുത്ത് വേദന ഒരു പ്രശ്നം. പക്ഷെ ഇങ്ങനെ ജമ്പിങ് ജാക്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇച്ചിരി പ്രശ്നം ഉണ്ടെങ്കിൽ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. സോ ഞാൻ എന്താ ടാക്കിൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്റെ ഉള്ളില് പ്രോപ്പർ ആയിട്ട് ഒരു നോർമൽ നമ്മൾ ഇടുന്ന ബ്രാ ഇട്ടിട്ട് അതിന്റെ മേലെ കൂടി നമ്മൾ സ്പോർട്സ് ബ്രാ ഇടും. നമുക്ക് ഇങ്ങനെ റേസ് ഒക്കെ മീൻസ് ഇങ്ങനെ ബാക്ക് ഇങ്ങനെ ഡിസൈൻസ് ഒക്കെ വരുന്ന ടീഷർട്സ് ഒക്കെ ഇടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തിട്ടാണ് ഹോൾട്ട് നെക്സ് ഇടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് ജിമ്മിലേക്ക്. ബട്ട് സ്റ്റിൽ നമുക്ക് അതിനേക്കാളും ഒക്കെ അത്യാവശ്യം അവിടെ ഫാഷനേക്കാളും കുറച്ചും കൂടി സപ്പോർട്ടാണല്ലോ വലുത്. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ബിഗ് ബസ്റ്റർ ആയിട്ടുള്ള കുട്ടികളെ DM ചെയ്ത് ചോദിക്കാറുണ്ട്, ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്, ഇത് എന്താണ് ചെയ്യുന്നത്, ഒരു പ്രോപ്പർ അതായത് പ്രോപ്പർ ജിം സ്പോർട്സ് ബ്രാൻഡിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ട് സപ്പോർട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് അങ്ങനെ ഹോൾഡ് ചെയ്യണമായി തോന്നില്ല, അല്ലെങ്കിൽ ഇത് ഭയങ്കര ടൈറ്റ് ആണ്, എന്താണ് ഐശ്വര്യ ഇത് ചെയ്യണം. ബിക്കോസ് ഞാൻ എപ്പോഴും ജിമ്മിന്റെ സ്റ്റോറീസ് ഇടാറുണ്ടല്ലോ. അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, വേറെ ബ്രാ നമ്മുടെ നോർമൽ ബ്രാ ആൻഡ് ദെൻ വെയർ സ്പോർട്സ് ബ്രാ. എന്നാലും മാത്രമേ നമ്മൾ ഹെവി ചെസ്റ്റഡ് ആയിട്ടുള്ള ഗേൾസിന് ഒരു പ്രോപ്പർ സപ്പോർട്ട് കിട്ടുള്ളൂ. പ്രോപ്പർ സപ്പോർട്ട് കിട്ടാത്ത അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഫിറ്റിംഗ് ഇല്ലാത്ത സ്പോർട്സ് ബ്രാ ആയിട്ട് ഒരിക്കലും വർക്ക്ഔട്ട് ചെയ്യരുത്, കാര്യം വഷളാകും. ഓക്കെ, സമ്മർ സീസൺ കഴിഞ്ഞു, ബട്ട് സ്റ്റിൽ ഐ തിങ്ക് നിങ്ങൾക്ക് നെക്സ്റ്റ് സമ്മർ ആകുമ്പോഴത്തേക്കും ഇത് യൂസ് ചെയ്യാന്ന് തോന്നുന്നു. സി വി ഹാവ് ഹെവി ജസ്റ്റ് ആൻഡ് ഇറ്റ്സ് ലൈക്ക് കംപ്രസ്ഡ് നമ്മൾ ബ്രാ ഇടുമ്പോഴത്തേക്കും. സോ നമുക്ക് ആ സമ്മർ സീസണിൽ ക്ലീവേജിന്റെ ഇടയിലും ബൂബ്സിന്റെ അടിയിലും ആയിട്ടൊക്കെ ചൂടുകുരുവും ഡിസ്കളറേഷൻസും ഇച്ചിങ്ങും ഒക്കെ വരാൻ വേണ്ടി ചാൻസ് ഭയങ്കര കൂടുതലാണ്. എപ്പോഴും നമ്മളുടെ ഈ എന്താ പറയാ കണ്ണട്ടണ്ട കൂൾ പോലത്തെ പൗഡർ ഉണ്ടല്ലോ, അതിടുക. എന്താ ഇതിന് പറയണത്, നമ്മുടെ ഈ ചൂടുകുരുവിനൊക്കെ ഇടുന്ന പണ്ടത്തെ ഒരു പൗഡർ ഇല്ലേ, അത് നമുക്ക് വാങ്ങിച്ചിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറെ ആശ്വാസം കിട്ടും കേട്ടോ. എനിക്കൊക്കെ സ്ഥിരമുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഈ ഇവിടെ ഉണ്ടല്ലോ, ഇതിന് താഴെ ചൊറിച്ചിലും ഇച്ചിങ്ങും ലൈക്ക് ഇച്ചിങ്ങും ചൊറിച്ചിലും ഒന്നാണ്, ബട്ട് ഞാൻ പറയാം ചൊറിച്ചിലും ആ ഒരു എന്താ പറയാ ഡിസ്കളറേഷൻസും ഒക്കെ നമുക്ക് എയർ കയറാണ്ട് അത് ചൂടും ആ എയർ ടൈറ്റ് ഫീലിംഗും കൂടി ആകുമ്പോഴത്തേക്കും ഇറ്റ്സ് ഡിഫിക്കൾട്ട്. അപ്പൊ നമുക്ക് എന്താ പറയാ ഇങ്ങനത്തെ കുറച്ച് പൗഡർ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ടാഗിൾ ചെയ്യാൻ വേണ്ടി പറ്റുവേ. ക്ലീവേജ് മാനേജ്മെന്റ് ഫോർ എവറി ഔട്ട്ഫിറ്റ്, ഇത് ഞാൻ എപ്പോഴും കോളേജ് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഞാനിങ്ങനെ നമ്മളിപ്പോ കുർത്താസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും ഇതൊക്കെ സാധാരണ ആൾക്കാർ ഇടുമ്പോഴത്തേക്കും ഇതൊന്നും വലിയ കഴുത്തിറക്കവേ അല്ല. പക്ഷെ ഞാൻ എന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഞാൻ ഹെവി ബെസ്റ്റഡ് ആയിട്ടുള്ള ഞാൻ ഇടുമ്പോഴത്തേക്കും എടുത്തേക്കും കുറച്ചും കൂടി കഴുത്ത് കയറ്റി എന്താ തയ്ച്ചൂടെ, എന്തിനാണ് ഇത്രയും ഇറക്കണത്? ഇത്രയും ഇറക്കണതല്ല, മൈ ക്ലീവേജ് സ്റ്റാർട്ട് ഫ്രം ഹിയർ, ഇതാണ് എന്റെ പ്രോബ്ലം. ആൻഡ് എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഹൈഡ് ചെയ്ത് ഇങ്ങനെ കോളർ നെക്ക് ഇടണമെന്ന് എനിക്ക് ഇഷ്ടമല്ല. ബിക്കോസ് ഒന്നാമത് നമ്മൾ ഹെവി ചെസ്റ്റഡ് അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ കോളർ നെക്കോ ബോർഡിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഹെവി ചെസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. സോ ആ ഒരു ഫാഷൻ നമ്മൾ അത് ക്യാമറ ഫ്ലാഷ് ചെയ്യാനോ അല്ലെങ്കിൽ അത് നമ്മൾ ടാഗിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ സ്വീറ്റ് ഹാർട്ട് നെക്ക്, ഡീപ്പ് ഭയങ്കര ഡീപ്പല്ലേ ഉദ്ദേശിക്കുന്നത്, UV അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുന്നത്. അത് ഒരു പരിധിവരെ നമ്മുടെ ആ ഒരു ഹെവി ഫീലിംഗ് തരണത് കുറയ്ക്കാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നിങ്ങൾ അല്ലാണ്ട് ഹൈ നെക്ക് ബോട്ട് നെക്ക് ഒക്കെ ഇടുവാണെങ്കിൽ കൂടുതൽ ഹെവി ചെസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. നാസ്റ്റി കോമൻസ് വരെ കിട്ടിയിട്ടുണ്ട്. നമ്മള് ഞാൻ എവിടെ പോയപ്പോഴാന്ന് പറയുന്നില്ല, എനിക്ക് പരിചയമുള്ള ഒരാൾ തന്നെയാണ് എന്റെ അടുത്ത് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കമ്പനിയാണ്. ഈ ഒരു പ്രശ്നം ഞാൻ കമ്പനി വിട്ടിട്ടോ. അപ്പൊ പുള്ളി എന്റെ അടുത്ത് തന്നെ ഐശ്വര്യ യു ഹാവ് ദിസ് മെനി ഇയർ സ്റ്റഡ്സ്. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് ഉണ്ട് ഇത്ര കുറെ എനിക്ക് ഇയർ സ്റ്റഡ് ഉണ്ട് 10-11 കണക്കൊക്കെ പറയാൻ ഞാനതുകൊണ്ട്. അപ്പൊ അങ്ങനെ എന്റെ അടുത്ത് ചോദിച്ചു ഇതൊക്കെ റീസെന്റ് കുത്തിയതാണോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ അല്ല, എനിക്ക് നേരത്തെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ എടുത്ത വായന ഹീ സെഡ് ലൈക്ക് മേ ബി ഞാൻ മുഖത്തേക്ക് നോക്കാത്തത് കൊണ്ടായിരിക്കും അധികം എന്ന് പറഞ്ഞിട്ട് ഹീ ലുക്ക്ഡ് അറ്റ് മൈ ചെസ്റ്റ്. ഇറ്റ് വാസ് സോ ഡിസ്കസ്റ്റിംഗ്. എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് ഒരു പോയിന്റിൽ ഐ ഗോട്ട് വെരി മച്ച് കൺഫ്യൂസ്. ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് എനിക്ക് അറിയാന്നുള്ള ഒരാളാണ്, നമ്മൾ കുറെ ദിവസങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ആൻഡ് ദ കോമെന്റ് വാസ് സോ ഡിസ്കസ്റ്റിംഗ്. എനിക്ക് അങ്ങോട്ട് ഇങ്ങനെ പിടിക്കണോ അതോ ഇങ്ങനെ സംസാരിക്കണോ അതോ ഒരെണ്ണം പൊട്ടിക്കണോ എന്നുള്ളത് എനിക്ക് എന്താ പറയണ്ടെന്നുള്ളത് ഞാൻ വേഗം അവിടുന്ന് സ്ഥലം വിട്ടു. ആൻഡ് കുറെ നേരം കഴിഞ്ഞപ്പോൾ ഐ റിഗ്രറ്റഡ്. ബിക്കോസ് എന്തുകൊണ്ട് ഞാൻ അത് സംസാരിക്കണം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ റിയാക്ട് ചെയ്യാത്തെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ടോ. ഐ ഹാവ് ദ പ്രോബ്ലം. നമ്മൾ പരിചയമുള്ള ആൾക്കാർ വന്നിട്ട് എന്തെങ്കിലും തോന്നിയാസം കമന്റ് പറഞ്ഞാലും ചിലപ്പോൾ ഞാൻ ആ സമയത്ത് നമ്മൾ ആ പോട്ടെ സാരില്ല അല്ലെങ്കിൽ അയ്യോ എനിക്ക് പരിചയമുള്ള ആളല്ലേ എന്നിങ്ങനെ തോന്നും. ബട്ട്
ആ ഗുഡ് ഗേൾ സിൻഡ്രോം ഉണ്ടല്ലോ, നമ്മൾ എന്ത് പ്ലീസ് ചെയ്യുക, ഹാപ്പി ആക്കുക, മറ്റാൾക്ക് ഹേർട്ട് ചെയ്യാം, ചിന്തിക്കാണ്ടിരിക്കുക. അത് ഐ ആം ട്രൈങ് ടു ഓവർകം ദറ്റ്. ഓക്കെ, ഐ എം ട്രൈങ് ടു കം ഔട്ട് ഓഫ് ഇറ്റ്. എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ പല കാര്യം, മുന്നത്തെ കാര്യങ്ങള് എന്റെ ബിഹേവിയറിനെ പറ്റിയുള്ള ഗുഡ് ഗേൾ ആവാൻ വേണ്ടിയിട്ടും ആൾക്കാരെ പീപ്പിൾ പ്ലീസിങ് ആവാൻ വേണ്ടിയിട്ടും ഞാൻ കുറെ ടോളറേറ്റ് ചെയ്തത് ഞാൻ ഇപ്പൊ ചിന്തിക്കുമ്പോ ഐ റിഗ്രറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഹോൾ അനദർ ടോപ്പിക്. ഞാൻ അതിനെപ്പറ്റി പിന്നെ സംസാരിക്കുന്നതാണ്. എനിക്കതിനെപ്പറ്റി സംസാരിക്കണം. ഓക്കെ, ഞാൻ ഡെഫിനറ്റ് ആയിട്ട് സംസാരിക്കും. സോ ദിസ് വൺ ഈസ് ലൈക്ക് ഇങ്ങനത്തെ ഒരു പരിചയമുള്ള ഒരാൾ വന്നിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആ സ്പോട്ടിൽ എനിക്ക് അത് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് എനിക്ക് അറിയാനും പാടില്ലായിരുന്നു. ആൻഡ് ഐ റിഗ്രറ്റഡ്. ഞാൻ എന്തെങ്കിലും തിരിച്ച് പറയാത്തന്നെ ഭയങ്കര റിഗ്രറ്റ് ആയി. പിന്നെ ഞാൻ ഐ ഡിഡ്ന്റ് സംസാരിക്കാനോ കാണാനോ കണ്ട ഭാവം നടിക്കാനോ ഞാൻ പോയിട്ടില്ല. കട്ട്. ഓക്കെ, ദാറ്റ്സ് വാട്ട് എനിക്ക് അപ്പൊ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലീവേജ് മാനേജ്മെന്റ് ഇസ് ആക്ച്വലി വെരി ഡിഫിക്കൾട്ട്. നമ്മൾ എന്ത് ഡ്രസ് ഇട്ടാലും പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ അത് ശരി പ്രശ്നമുള്ള പാടാണ്. ഈവൻ നോർമൽ കഴുത്തിറങ്ങിയതാണെങ്കിലും നമുക്കത് ഇട്ട് വരുമ്പോഴത്തേക്കും ഡീപ് നെക്ക് പോലെ തോന്നും. സോ ഡീപ് നെക്ക് പോലെ തോന്നണല്ല, നമുക്ക് ഇവിടുന്നേ ഇങ്ങനെ ക്ലീവേജ് സ്റ്റാർട്ട് ചെയ്യണത് കൊണ്ടുള്ള ഒരു പ്രോബ്ലം ആണത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ്, ഞാനിത് എന്റെ റീൽസിൽ സംസാരിച്ചിട്ടുണ്ട് അബൌട്ട് ദി സ്ട്രാപ്ലെസ് ബ്രാ സ്ട്രഗിൾ. ഞാൻ എപ്പോഴും ട്രാൻസ്പെറന്റ് സ്ട്രാപ്പ് ഇടുമ്പോ ചില ഡ്രസ്സിന്റെ കൂടെ നമ്മൾ ട്രാൻസ്പെറന്റ് സ്ട്രാപ്പ് ഇടുമ്പോഴത്തേക്കും വൈ കാൻഡ് യു ട്രൈ നിപ്പിൾ പേസ്റ്റീസ് അല്ലെങ്കിൽ ബ്രാ സ്ട്രാപ്ലെസ് ബ്രാ കുറെ ചോദിക്കാറുണ്ട്. കോമന്റ്സ് കുറെ വന്നിട്ടുണ്ട്. ഐ കാണ്ട് വെയർ ബിക്കോസ് എനിക്ക് ഒരിക്കലും അതൊരു സപ്പോർട്ട് തരുന്ന സാധനം കേട്ടോ. മേ ബി വിത്ത് ബ്ലൗസ് ഐ ക്യാൻ ട്രൈ. അല്ലാണ്ട് നമ്മളുടെ ടോപ്പിന്റെ കൂടെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സിന്റെ കൂടെയോ നൂഡിൽ സ്ട്രാപ്പ് ഡ്രസ്സിന്റെ കൂടെ എനിക്ക് ഒരിക്കലും എന്താ പറയാ സ്ട്രാപ്ലെസ് ബ്രാ ഇടാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ് വോണ്ട് ഹോൾഡ്. അത് എത്ര പേർക്ക് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിയില്ല. ഒൺലി നമ്മളെ പോലെ ഹെവി ചെസ്റ്റഡ് ആയിട്ടുള്ള ലേഡീസിന് മാത്രമാണ് അത് മനസ്സിലാവുന്നത്. ആ ഒരു റിയൽ സ്ട്രഗിൾ. ഫസ്റ്റ് പ്രോപ്പർ ആയിട്ട് നല്ലോണം എന്താ പറയാ കവറേജും സ്പില്ലേജും ഒന്നും ഇല്ലാണ്ട് അത്യാവശ്യം നിൽക്കുന്ന സ്ട്രാപ്ലെസ് ബ്രാ തന്നെ നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കുറവാണ്, ഭയങ്കര കുറവാണ്. ഓക്കെ, അപ്പൊ ഒരു പ്രോപ്പർ കുഴപ്പമില്ലാത്ത ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്കുള്ള ഒരു സ്ട്രാപ്ലെസ് ബ്രാ അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് സ്ട്രാപ്പ് ഉള്ള ബ്രാ അല്ലെങ്കിൽ ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ബ്രാ കിട്ടുന്നത് തന്നെ ഒരു വലിയ ടാസ്ക് ആണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ അത് ഒരിക്കലും ഹോൾഡ് ആവില്ല. ബിക്കോസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ധൈര്യത്തിൽ കൈയും കാലം പൊക്കാൻ പറ്റത്തില്ല. ആൻഡ് നമ്മൾ ഇങ്ങനെ പോകാൻ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ ഉണ്ട്. ഞാൻ പല പ്രാവശ്യം നോക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ സ്ട്രാപ്ലെസ് ബ്രാ ട്രൈ ചെയ്യുന്നത്. സോ ചില സമയത്ത് ചില ഡ്രസ്സൊക്കെ കാണുമ്പോൾ ആകും ലിറ്ററലി എന്ത് രസം. അതിന്റെ കൂടെ നമ്മൾ ആ സ്ട്രാപ്പ് ഇല്ലാത്തത് അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് അല്ലാത്തതും സ്ട്രാപ്പൊക്കെ അല്ലെങ്കിൽ നോർമൽ ഇങ്ങനെ സ്ട്രാപ്ലെസ് ബ്രാ ഉണ്ടല്ലോ, അത് ഇടുമ്പോഴാണ് അതിന്റെ ഭംഗി വരുന്നത്. ബട്ട് വി ആർ ഹെൽപ്ലെസ്. ഇന്ന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കൊണ്ടുവരണം. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു എന്താ പറയാ ലോഞ്ചറി ചെയ്യുന്ന ആൾക്കാര് പ്ലീസ് കം വിത്ത് സം ഇന്നോവേറ്റീവ് ഐഡിയാസ്. നമുക്കും ഇടണം. അതായത് ഹെവി ചെസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കും നല്ല സ്ട്രാപ്ലെസ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ബ്രാസ് ഇടണം. ഡ്രസ്സിന്റെ കൂടെ സെറ്റ് ആയിട്ട് സ്റ്റൈലായിട്ട് നടക്കണം. പ്ലീസ് കം അപ്പ് വിത്ത് സം ഇന്നോവേറ്റീവ് ഐഡിയാസ്. ഇത് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. നെക്സ്റ്റ് സ്ട്രഗിൾ എന്ന് പറയുന്നത് ഉറങ്ങുമ്പോഴത്തേക്കും ഉള്ള പ്രശ്നമാണ്. നമുക്ക് പൊതുവെ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത് ബ്രാലെസ് ആയിട്ട് ഉറങ്ങാനാണ്. ബട്ട് എനിക്കറിയാൻ പറ്റട്ടോ, സം ടൈം ഐ ഫീൽ സോ കംഫർട്ടബിൾ. ബട്ട് ചില സമയത്ത് എനിക്ക് ഒട്ടും സുഖമായിട്ട് തോന്നുന്നില്ല. എസ്പെഷ്യലി ഡ്യൂറിങ് ദ പീരിയഡ്സ് ആവാൻ വേണ്ടി പോണ ആ സമയത്ത് നമ്മുടെ ബൂബ്സ് ഭയങ്കര സോറായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും അങ്ങനെ ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെയാണ് നടക്കുന്നത് തന്നെ. ഓക്കെ, ബിക്കോസ് എനിക്ക് പിരിവിരിപ്പ് പിടിച്ച 2 പിള്ളേരും കൂടി ഉള്ളതുകൊണ്ട് എന്ത് വേണമെങ്കിലും അവർ മേത്ത് കയറി കുത്തിമറിയുമ്പോഴത്തേക്കും നമുക്ക് പ്രാണം പോണതുകൊണ്ട് ഞാൻ ഇങ്ങനെ വളരെ സൂക്ഷിച്ചു നടക്കുള്ളൂ. അതിന്റെ ഇടയിൽ കൂടിയിട്ട് എനിക്കൊരിക്കലും ആ ഒരു ടൈമിൽ പ്രത്യേകിച്ച് ബ്രാലെസ് ആയിട്ട് കിടന്ന് ഉറങ്ങാനേ പറ്റത്തില്ല കേട്ടോ. പിന്നെ അല്ലാണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പൊതുവെ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് ബ്രാ ഇല്ലാണ്ട് ഉറങ്ങാനാണ്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ സ്ലീപ്പിംഗ് ബ്രാസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ലൈറ്റ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ബ്രാ, അല്ലെങ്കിൽ എന്താ പറയാ ഈ സിവാമല്ല നൈക്കൊക്കെ ഉണ്ട് ഈ വീട്ടിലിടുമ്പോഴത്തേക്കും ജസ്റ്റ് സ്ലിപ്പ് ഓൺ ബ്രാ മതി സാധനം. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഇടുക. ബിക്കോസ് അതിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ സാഗി ആവാതിരിക്കാനും കൂടുതൽ ഹെവി ചെസ്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടി കുറച്ചെങ്കിലും ഹെൽപ്പ് ആകും എന്ന് എനിക്ക് തോന്നുന്നു. നെക്സ്റ്റ് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോഴും ഷോൾഡർ പെയിൻ. എനിക്ക് ഹെവി ചെസ്റ്റഡ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും പ്രോപ്പർ സപ്പോർട്ട് അല്ലെങ്കിൽ നല്ല ബാൻഡിന് നല്ല വിട്ടുള്ള ബ്രാ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഷോൾഡർ പെയിൻ. ഇവിടെ നിന്ന് ഇങ്ങനെ കഴുത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങണം, ആദ്യത്തെ പെയിൻ ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പൊ അത് നല്ല ഫിറ്റിംഗ് ആയിട്ടുള്ളത്, അത് നല്ല ബ്രോഡ് ബാൻഡും ബാക്കിലത്തെ ഹുക്കിൽ ഒരു 4 ഹുക്കോ 3 ഹുക്കോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അധികം ആ പെയിൻ വരാറില്ല. ബട്ട് അല്ലാണ്ട് നോർമൽ ആൾക്കാർക്ക് വേണ്ടിയുള്ള ബ്രാ എങ്ങനെ അബദ്ധവശാൽ വായിച്ച് നമ്മൾ ഇട്ടുപോയി കഴിഞ്ഞാൽ പ്രാണം പോണ വേദനയാണ്. ഞാൻ ഒരു 5 ബ്രാ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് പുതിയതായിട്ട് വാങ്ങിയിട്ട്. ആൻഡ് ഇത്
ഭയങ്കര, അതായത് ഷൈവേ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ ഒരു ആഡ് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ buy 2 get 3 ഫ്രീയോ buy 3 get 2 ഫ്രീ അങ്ങനെ കണ്ടിട്ട് വാങ്ങിച്ചത്. പക്ഷെ ഭയങ്കര രസമുള്ള ബ്രാസ് ആയിരുന്നു എല്ലാം. ഈവൻ അവർക്ക് ഇങ്ങനെ ഡബിൾ ഡി വരുന്ന സൈസ് ആണെന്ന് തോന്നുന്നത്. എന്നിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്റെ ഷോൾഡർ വന്നിട്ട് വേദന എടുത്തിട്ടുണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എല്ലായിടത്തും കളഞ്ഞു. ബിക്കോസ് നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടാൻ പറ്റത്തില്ല, ബിക്കോസ് ഓഫ് ദ ഷോൾഡർ പെയിൻ. അപ്പൊ അത് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എന്റെ ഒരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് നമ്മൾ വൺസ് ഇൻ എ ഇയർ നമ്മളുടെ പ്രോപ്പർ ആണോ നമ്മളുടെ ബ്രാൻഡിന്റെ സൈസ് എന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒന്ന് മെഷറിംഗ് ടേപ്പ് ഒക്കെ എടുത്തിട്ട് എന്തെങ്കിലും സൈസ് ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ബിക്കോസ് പ്രോപ്പർ സപ്പോർട്ടിങ് ബ്രാ എല്ലാം ഇടണമെങ്കിൽ നമുക്ക് ഞമ്മല്ലേ കഴുത്ത് വേദന, ബാക്ക് പെയിന്, എല്ലാം ഷോൾഡർ പെയിന് ഒക്കെ നമുക്ക് വരാൻ വേണ്ടിയുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ആൻഡ് ഓൾസോ പ്രോപ്പർ ഫിറ്റിംഗ് ബ്രാ ഇട്ടില്ലെങ്കിലും നമുക്ക് കൂടുതൽ സാഗ് ചെയ്യാനും കൂടുതൽ ബിഗ് ബസ്റ്റ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ പ്ലീസ് നമ്മളുടെ സൈസ് ഒന്ന് വൺസ് എ ഇയർ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. നെക്സ്റ്റ് എന്താ എനിക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് ഓക്കെ ടു ഫീൽ അൺകംഫർട്ടബിൾ. ബിക്കോസ് നമ്മൾ എല്ലാവർക്കും എല്ലാത്തിനെ പറ്റി അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റിയും ഇല്ലാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ ഒന്നും അല്ല ഉണ്ടാക്കി വെച്ചത്. ഇപ്പൊ ഐശ്വര്യന്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ദീപിക പദുകോണിന്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഒക്കെ അവർക്ക് എന്തെങ്കിലും അവരുടെ ഫീച്ചേഴ്സിനെ പറ്റി ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. അപ്പൊ ദാറ്റ് ഈസ് ഓക്കെ ടു ഫീൽ അൺകംഫർട്ടബിൾ ഇൻ അവർ ബോഡി, ബട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേറെ ഓപ്ഷൻ. ടു ബി ഓണസ്റ്റ്, ഞാൻ സത്യം പറഞ്ഞാൽ ബൂബ് റിഡക്ഷൻ സർജറിനെ പറ്റി വരെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ, സത്യമായിട്ടതെ. ബിക്കോസ് ടൂ മച്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പറ്റാത്തത് മാതിരി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് എന്താ പറയാ, എനിക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് എപ്പോഴും തോന്നാറുണ്ട്. ടു അറ്റൻഷൻ ഡ്രോയിങ് ആയിട്ട് തോന്നാറുണ്ട്. ഭയങ്കരമായിട്ട് അറ്റൻഷൻ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. സോ എനിക്കെന്തോ ബൂബ് റിഡക്ഷൻ സർജറിനെ പറ്റി ഞാൻ സത്യം പറഞ്ഞാൽ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചെന്നത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ സീരിയസ്ലി ക്ലിനിക്കിൽ വിളിച്ചിട്ട് പ്രൊസീജിയർ മുഴുവൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ പ്രൊസീജിയർ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചെറിയ പേടിയായി. ബിക്കോസ് ഈ ബൂബ് റിഡക്ഷൻ സർജറിക്കൊക്കെ ഒരു 3 മാസം റെസ്റ്റും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര സൂക്ഷിച്ച് ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്കൊരു പേടി. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. എന്തോ അറൌണ്ട് 2 lakhs 1.5 lakhs എന്തോ ഇവിടെ എക്സ്പെൻസ് ഉണ്ട്. മേ ബി നമ്മുടെ നാട്ടിൽ അത്രയൊന്നും ഉണ്ടാവില്ല. ഞാനിവിടെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക്കിലാണ് വിളിച്ച് ചോദിച്ചത്. അതുകൊണ്ടായിരിക്കും അത്രയും 2 ലക്ഷം രൂപയൊക്കെ വന്നേക്കുന്നത്. നാട്ടിൽ അത്രയൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഷോൾഡർ പെയിൻ, കഴുത്ത് വേദന, ആ വേദന ഈ വേദന, ഞാനൊരു വളവ് എനിക്കുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ വരെ ആലോചിച്ചിട്ട്, പക്ഷെ എനിക്ക് പ്രൊസീജിയർ കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പേടിയായി പോയി. പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളത് സത്യമല്ല, ബൂബ് റിഡക്ഷൻ സർജറി ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. ബട്ട് നമ്മൾ വീട്ടിലൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ചീത്ത പറയാം, അഹങ്കാരം എന്നൊക്കെ പറയും. പക്ഷെ നമ്മളുടെ ഇൻസെക്യൂരിറ്റീസും നമ്മുടെ പ്രശ്നങ്ങളും നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ബിഗ് ചെസ്റ്റ് ഉള്ള കുട്ടികൾക്ക് മാത്രം, വേറെ ആർക്കും ആ ഒരു എന്നെ റിലേറ്റബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് ആക്ച്വലി ലിറ്റിൽ ഡിഫിക്കൾട്ട് ടു മാനേജ് ദിസ് തിങ്. എനിവേ വി ആർ ബ്ലെസ്ഡ്. നമ്മൾ ആ ഒരു പോയിന്റ് നോക്കുമ്പോഴത്തേക്കും വി ആർ ബ്ലെസ്ഡ്. ബിക്കോസ് ചിലപ്പം ഫ്ലാറ്റ് ചെസ്റ്റഡ് ആൻഡ് ലെസ് ചെസ്റ്റഡ്, കുറച്ച് നോർമൽ ചെസ്റ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് ചിലപ്പോൾ കുറച്ച് കൂടുതൽ വേണം എന്നായിരിക്കും ആഗ്രഹം. ബട്ട് ഞാൻ എങ്ങനെ പിക്ചേഴ്സ് എടുത്ത് പറയാം, വാട്ട് ഇഫ് നമുക്ക് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് എക്സ്ചേഞ്ച് ചെയ്യാം, കുറച്ചുള്ളവന് കൊടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബാർട്ടർ സിസ്റ്റം പോലെ നമുക്ക് കൂടുതലുള്ളവർക്ക് കൊടുത്തിട്ട് അവർക്ക് വേണ്ടത് നമുക്ക് വാങ്ങിക്കാം. അങ്ങനത്തെ വല്ല സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങൾ എപ്പോഴും പറയും. ചില എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴത്തേക്കും സി ഐശ്വര്യ ഡോണ്ട് ടെൽ ലൈക്ക് ദാറ്റ് എന്ന് പറയും. ബിക്കോസ് വി വോണ്ട് മോർ, ദെൻ വൈ ആർ യു ടെല്ലിങ് അബൌട്ട് ഗെറ്റിംഗ് റിഡ് ഓഫ് ദിസ് എന്ന് വരെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ബട്ട് സി, ഉള്ളവനുള്ളവന്റെ വിഷമം, ഇല്ലാത്തവന്റെ വിഷമം എന്ന് പറയില്ലേ, അത് ഇതിനും പ്രാവർത്തികമാണെന്നുള്ളതാണ് അതിനേക്കാൾ വലിയ സത്യം. അപ്പോ അത്രയും പറഞ്ഞുകൊണ്ട് ബി കോൺഫിഡന്റ് ഗൈസ്. ഇറ്റ്സ് ഓക്കെ ടു ബി നോട്ട് ഫീലിംഗ് ഓക്കെ വിത്ത് യുവർ ബോഡി ഓർ ഫീച്ചർ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. ബിക്കോസ് എങ്ങനെ 100% തികച്ച അല്ല ആരെയും ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് യു ഗോ ഗെറ്റ് എ സർജറി, ഇറ്റ്സ് ഓക്കെ. ലൈക്ക് ഇപ്പൊ എല്ലായിടത്തും സർജറീസും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നത്. ഫില്ലേഴ്സ് ചെയ്യുന്നു, ഇംപ്ലാന്റ്സ് ചെയ്യുന്നു, എടുത്തു മാറ്റുന്നു, കുറച്ച് വെക്കുന്നു, കൂട്ടുന്നു, കുറയ്ക്കുന്നു. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി, എന്താ പറയാ, നമുക്ക് ഇനി കുറച്ച് നാളും കൂടി കഴിയുമ്പോഴത്തേക്കും എല്ലാവരുടെയും സാധാരണ ആൾക്കാർ വരെ ചെയ്യാൻ തുടങ്ങുന്ന ഒരു പ്രൊസീജിയർ ആയിട്ട് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഈ ടോപ്പിക് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ട് മാത്രം എടുത്താൽ മതി. ബിക്കോസ് നമ്മളൊരു ചിറ്റ് ചാറ്റ് കൈൻഡ് ഓഫ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കുറച്ച് വിഷമങ്ങളും ഇൻസെക്യൂരിറ്റീസും ഷെയർ ചെയ്തതായിട്ട് ഓർത്താൽ മാത്രം മതി. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുണ്ട്. അപ്പൊ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.